നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആരണ്യപർവം തുടരുന്നു. രാമായണ കഥാനിവേദനം. അന്നേരം മാർക്കണ്ഡേയൻ തന്നോടു ധർമാത്മജനൻ എന്നോളം ദുഃഖമുള്ളോരുണ്ടായിട്ടുണ്ടോ എന്നാൻ താപസൻ ചിരിച്ചരുൾ ചെയ്തിതു. ധർമാത്മജ, താപം പണ്ടിതിൽ പരം ഉണ്ടായോരുണ്ടു പലർ. പണ്ട് ശ്രീനാരായണൻ മാനുഷനായ മൂലം ഉണ്ടായ ദുഃഖമെല്ലാം കേൾക്ക നീ, ദുഃഖം തീരും. ദേവനാം വിധാതാവ് ദേവകളോടും ദേവദേവനാം നാരായണ പാദങ്ങൾ വന്ദിച്ചതു. ദേവബ്രാഹ്മണമുനി ധർമ്മഭൂമികൾക്കെല്ലാം രാവണൻ തന്നെ കൊന്നു സങ്കടം കെടുപ്പാനായി മനുവംശത്തിൻ മണിവിളക്കം ദശരഥ തനയനായി വന്നു പിറന്നു. ഭഗവാനും അനുജന്മാരുമുണ്ട് മൂവരം അറിഞ്ഞാലും മനസ്സിൽ സുഖത്തോടു വളരും കാലത്തിങ്കൽ വിശ്വരക്ഷാർത്ഥം തത്ര വന്നിതു മഹാമുനി. വിശ്വാമിത്രനും അയോധ്യാപുരമകമ്പുക്കു വിശ്വനാഥനെ അപേക്ഷിച്ചോരു നേരമുള്ളിൽ വിശ്വാസത്തോടു രാമലക്ഷ്മണന്മാരെ നൃപൻ അയച്ചാൻ മുനിയോടും അവരും വനം ബുക്കാൻ നയജ്ഞൻ വിശ്വാമിത്രനാകിയ തപോധനൻ ഉപദേശിച്ചാനതി ബലയുമന്ത്രപതി സുതന്മാർക്കു വൈദാഹം കെടുപ്പാനായി അയച്ചു യമപുരി തന്നിൽ താടക തന്നെ ഭയത്തെ കളഞ്ഞു കൗശികനും ബാലന്മാരും. പിന്നെ പോയി സിദ്ധാശ്രമം ബുക്കു യാഗവും കാത്തു സന്നമാക്കിനാൻ സുബാഹു പ്രമുഖന്മാരെയും. ഖിന്നനായി വണങ്ങും മാരീജനു വരം നൽകി പന്നകാഭരണവിൽ കാൺമാനായി പുറപ്പെട്ടു. സന്നദ്ധന്മാരായ മുനി തന്നോടും കുമാരന്മാർ ത്വന്യാമഹല്യതൻ ശാപമോക്ഷവും നൽകി മിഥിലബുക്കു പുരമഥനൻ തൻ്റെ വില്ലും മഥനം ചെയ്തു സീതാവരനായോരു ശേഷം ഭരത ശത്രുഘ്നന്മാരോടു മാതാക്കന്മാരും ഗുരുവാം വസിഷ്ഠനും താതനും വന്ന ശേഷം അനുജന്മാരും വിവാഹം ചെയ്തു കല്യാണവും മനസ്സിൽ കനിവോടു കഴിച്ചു പുറപ്പെട്ടാർ. പോകുന്ന വഴിയുന്നു ഭാർഗവൻ തന്നെ വെന്നു വേഗമോട് അയോധ്യ ബുക്കിരുന്നു പന്തീരാണ്ടു. ഭരത ശത്രുഘ്നന്മാർ മാതുലൻ തന്നെ കാൺമാൻ പരമാദരവോടു കേകയരാജ്യം ബുക്കാർ. ഭാവിച്ചു ദശരഥൻ അഭിഷേകത്തിൻ അതും ദൈവത്തിൻ നിയോഗത്താൽ മന്ധരാ ചൊല്ലു കേട്ടു. കോപിച്ചു കൈകേയിയും മുടക്കി രാമൻ താനും താപത്യാഗാർത്ഥം വനവാസായ പുറപ്പെട്ടു. ലക്ഷ്മണനോടും മിഥിലാത്മജയോടും കൂടി തൽക്ഷണം ഗംഗ കടന്നുടനെ ചിത്രകൂടം പുക്കിതു ദശരഥൻ. വാനുലകോവും വന്നു തൽക്കാലേ വസിഷ്ഠദൂതോക്യ വന്നകമ്പുക്കു. ഭരത ശത്രുഘ്നന്മാരുദകക്രിയ ചെയ്തു നരപാലകൻ വാഴും ചിത്രകൂടത്തിൽ വന്നാൽ താതവൃത്താന്തം കേട്ടു രാമലക്ഷ്മണന്മാരും ഖേദമുൾക്കൊണ്ടു വീണ്ടും കർമ്മങ്ങളൊക്കെ ചെയ്താൽ. പാതുകം കൊടുത്തയച്ചിടിനാൻ ഭരതനെ സാദരം ഭൂയോ ഭരദ്വാജനെ കണ്ടുകൂപ്പി. ചണ്ഡദീധികുലജാതനാം രഘുവരൻ ദണ്ഡകാരണ്യം പ്രാപിച്ചിടിനോരനന്തരം കൊന്നിതു വിരാധനെ. പിന്നെ പോയി ശരഭംഗൻ തന്നുടെ ഗതി കണ്ടു കാനനത്തൂടെ പോമ്പോൾ അഗസ്ത്യ സഹോദരൻ തന്നെയും കണ്ടു പുനരഗസ്ത്യ പാദാംബുജം വന്ദിപ്പാൻ നടകൊണ്ടാർ. വിന്ധ്യനയമർത്തു വാതാപിയെ ദഹിപ്പിച്ചു സിന്ധുവാരിയുമെല്ലാം ആചമിച്ചൊരിക്കലേ
സമ്പ്രതി തപോബലം കണ്ടുകൂടാതെ മുനി കുംഭസംഭവൻ തന്നെ കുമ്പിട്ടു രഘുവരൻ. സർവരാക്ഷസവധം പ്രതിജ്ഞ ചെയ്തു ചെയ്യുവാൻ ദേവേന്ദ്രദത്തമായ ശാർണജാപാദികളും ദിവ്യങ്ങളായിട്ടുള്ളോരായുധങ്ങളും വാങ്ങി ഗീർവാണകുലപരിത്രാണാർത്ഥം രഘുവരൻ പുണ്യവാഹിനി ഗോദാവരിതൻ തീരത്തിങ്കൽ ദണ്ഡകാരണ്യമതിലാശ്രമം അതും കെട്ടി വാഴുന്ന കാലത്തിങ്കൽ വന്ന ശൂർപ്പണഖയാം പാടിയേ മൂക്കും മുലയും കളഞ്ഞയച്ചപ്പോൾ പോരിനു വന്നു ഹരദൂഷണ ത്രിശിരാക്കൾ ഘോരമായി 14 സഹസ്രം പടയുമായി. നാഴിക 3:45 കൊണ്ടു കൊന്നിതു രാമൻ. ആഴിയും കടന്നടൽ പൂണ്ടവൾ അറിയിച്ചാൾ സോദരനായ ദശവദനൻ തന്നോടെല്ലാം ക്രോധമുൾക്കൊണ്ടു ജനകാത്മജാഹരണാർത്ഥം. രാവണൻ മാരീജനെ പൊന്മാനായി അയച്ചതിലാവേശിച്ചിതു ചിത്തം. സീതയ്ക്കു രഘുവരൻ പിടിപ്പാനടുത്തപ്പോൾ അരുതാഞ്ഞതുമൂലം കൊടുത്തു ശരം കൊണ്ടു കരഞ്ഞാനപ്പോളവൻ. അയ്യോ ജാനകി ദേവി ലക്ഷ്മണ എന്നു തന്നെ മയ്യേലും കണ്ണിതാനും അയച്ചു കുമാരനെ. തക്കത്തിൽ ദശഗ്രീവൻ തൈക്കൊങ്കത്തരുണിയെ കൈക്കൊണ്ടു തേരിലേറ്റി പുഷ്കരെ പോകുന്നപ്പോൾ പക്ഷീശൻ ജടായുധാൻ മുൽപ്പുക്കു യുദ്ധം ചെയ്താൻ. പക്ഷവും വെട്ടിയറുത്തവനും പുരിപുക്കാൻ. ആരാമഭുവിചാരു ശിംശപാതരുമൂലെ ആരോമൽ തരുണിയെ രാവണൻ കൊണ്ടുവച്ചു. മൈക്കണ്ണി തന്നെ കാണാൻ ഉൾക്കാമ്പിൽ അഴൽ പൂണ്ടു ദുഃഖിച്ചു രഘുപതി. ലക്ഷ്മണനോടും കൂടി നടക്കുന്ന നേരം കണ്ടു പറഞ്ഞു ജടായുവും അടുത്ത വണ്ണം തന്നെ മരിച്ചാൻ. അവനുടൽ എടുത്തു ദഹിപ്പിച്ചു നടുക്കത്തോടും കൂടി അടുത്ത ശേഷക്രിയ ചെയ്തിതു രാമദേവൻ. വില്വാദ്രി തന്നിൽ പിറന്നുണ്ടായ ശബരിയും കല്യാണത്തോടു കണ്ടു പൂജിച്ചു വരം കൊണ്ടാൾ. കൊല്ലുവാൻ തുടങ്ങിയ കബന്ധൻ തന്നെ കൊന്നു നല്ലൊരു ഗതി നൽകി പൊക്കിതു പമ്പാതീരം. കണ്ടിതു ഹനുമാനും കൊണ്ടുപോയി സുഗ്രീവൻ തന്നിണ്ടൽ തീർപ്പതിനായി സഖ്യവും ചെയ്യിപ്പിച്ചാൻ. ദുന്ദുഭികായം പാദാങ്കുഷ്ടം കൊണ്ടെടുത്തെറിഞ്ഞിന്ദിരാവരനായ രാഘവൻ തിരുവടി. സുന്ദരിയായ സീതാഭൂഷണങ്ങളും കണ്ടു മന്ദമെന്നിയെ കിഷ്കിന്ധാപുരം നോക്കിപ്പോയാൻ. വട്ടത്തിൽ നിന്ന മരമേഴുമൊരമ്പു കൊണ്ടു പൊട്ടിച്ചു രാമദേവൻ ബാലിയെ കൊല ചെയ്താൻ. 200 ചാതുർമാസ്യം മാല്യവാൻ മുകൾ തന്മേൽ പറഞ്ഞ വണ്ണം തന്നെ വന്നീല സുഗ്രീവനും. നിറഞ്ഞ കോപത്തോടു സോദരൻ തന്നോടാശു പറഞ്ഞു രഘുവരൻ വന്നിതു ശരൽക്കാലം. ലക്ഷ്മണ വൈകാതെ നീ കിഷ്കിന്ധാപുരി ബുക്കു മർക്കട പ്രവരനാം സുഗ്രീവനോടു ചൊൽക. സത്യത്തെ മറക്കിലോ സഖ്യവും മറന്നുപോം. ഇത്തരം കാട്ടിയിടിയിലുത്തരം തന്നെ വരും. അഗ്രജൻ പോയ വഴി നല്ലതെന്നിതുകാലം സുഗ്രീവൻ തനിക്കുള്ളിൽ തോന്നിയിട്ടുണ്ടെന്നാകിലോ വ്യഗ്രമെല്ലെനിക്കേതുമെന്നതു ധരിക്കേണം. നിഗ്രഹം അനുഗ്രഹം ചെയ്തവർക്കെന്തു ദണ്ഡം. ബന്ധുക്കളിഹലോക സൗഖ്യത്തിനത്രയല്ലോ ചിന്തിക്ക പാരത്രിക സൗഖ്യത്തിനല്ല നൂനം. മഴയും മഞ്ഞും കാറ്റും വെയിലുമേറ്റുകാട്ടിൽ അഴൽ പൂണ്ടുടന്നുള്ള കായ്കനികളും തിന്നു പിഴുകിക്കിടന്നവൻ തന്നെ ഞാൻ വാടിച്ചപ്പോൾ മുഴുവനവയെല്ലാം മറന്നു കളഞ്ഞവൻ തെളിഞ്ഞു. സിംഹാസനമേറിഡംബവും കാട്ടി തെളിഞ്ഞു. തരുണിമാരോടിടചേർന്നു നന്നായി മദ്യപാനവും ചെയ്തു മത്തനായിരുന്നവൻ. നിത്യസൗഖ്യങ്ങൾ കണ്ടു സമയം ചെയ്തതെല്ലാം മറന്നാനെങ്കിലതു ഞാനേതും മറന്നില്ല. പറഞ്ഞാലില്ല രണ്ടെന്നങ്ങു നീ ചെന്നു ചൊൽക.
ലക്ഷ്മണൻ അത് കേട്ട് കോപിച്ചു പുറപ്പെട്ടാൻ. അഗ്രജൻ അവൻ തൻ്റെ അഗ്രജൻ തന്നെ കൊന്നാൻ. പക്ഷേ കണ്ടിടാമെന്നുൾക്കാമ്പിൽ നിരൂപിച്ചു. ധിക്കാരമടക്കുവാനെന്നു കൽപ്പിച്ചു വേഗാൽ. സൗമിത്രി തിരിച്ചതു കണ്ടു രാഘവദേവൻ. സൗമുഖ്യമോട് വീണ്ടും വിളിച്ചിട്ടരുൾ ചെയ്തു. നിൽക്കടോ കുമാര, നീ കേട്ടു പോകേണമിതു. മർക്കട പരീക്ഷയ്ക്കു ചാവല്യം വരുതല്ലോ. കാര്യത്തോളമേയുള്ളൂ നമുക്കെന്നറിഞ്ഞാലും വീര്യത്തെ കാട്ടിടുവാൻ ഇവിടെ വേണ്ടിയില്ലല്ലോ. പോയാലും ഇനിയെങ്കിലെന്നതു കേട്ട നേരം പോയവൻ കിഷ്കിന്ധതൻ ഗോപുരദ്വാരം പൊക്കാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ